200 കോടി രൂപയുമായി ഒരു 18കാരൻ മുങ്ങിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. തലസ്ഥാനത്ത് വെച്ച് തന്നെ കേരളത്തിലെ പല പ്രമുഖരെയും പറ്റിച്ചുകൊണ്ട് ഒരു 18കാരൻ കൊടുത്ത 18ൻ്റെ പണിയെക്കുറിച്ചുള്ള വാർത്ത ഇന്നും നാം മറക്കാനിടയില്ല. ആ പേര് പറഞ്ഞാൽ, ആ സ്ഥാപനം പറഞ്ഞാൽ ആർക്കും മനസ്സിലാകും. എന്നാൽ ആ പണി അവൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടില്ല. 8ൻ്റെ പണി വീണ്ടും കൊടുത്തിരിക്കുന്നു. മറ്റാർക്കുമല്ല, അഭിഭാഷകന് തന്നെ നല്ലൊരു മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ്. 18 വയസ്സ് മാത്രമുള്ള ഈ കൗമാരക്കാരൻ്റെ വാക്ക് കേട്ട് ലക്ഷങ്ങളും കോടികളും നിരവധി ആളുകൾ നിക്ഷേപിച്ചിരുന്നു. 1-2 വല്ല 1000-ലധികം ആളുകളാണ് വിഡ്ഢികളായത്. കേരളത്തിൽ ഒരു കാലത്തൊരു വലിയ കോളിളക്കത്തിന് വഴിയൊരുക്കിയ തട്ടിപ്പാണ് ശബരിനാഥ് എന്ന 18കാരൻ ചെറുപ്പക്കാരൻ നടത്തിയ ടോട്ടൽ ഫോർ യു എന്നുള്ളത്. പെട്ടെന്ന് കോടികൾ ഉണ്ടാകാനുള്ള കുറുക്ക് വഴി, പെട്ടെന്ന് കോടീശ്വരന്മാരാകാം, പെട്ടെന്ന് ലക്ഷപ്രഭുക്കന്മാരാകാം. അങ്ങനെ ആ കുറുക്ക് വഴി തേടിയവർക്കൊക്കെ ഒന്നാം തരം പണി അങ്ങനെ കൊടുത്ത, ആരെയും വെല്ലുന്ന വാക്ചാതുര്യത്തിന് ഉടമയായ ശബരി വീണ്ടും ഈ പണി ആരംഭിച്ചിരിക്കുന്നു. ചലച്ചിത്ര താരങ്ങളും ജുഡീഷ്യൽ ഓഫീസർമാരും ബിസിനസ് പ്രമുഖരുമൊക്കെ അന്ന് കബളിപ്പിക്കപ്പെട്ടവരുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. ലക്ഷങ്ങളും കോടികളും കൊടുത്തവർ. നിക്ഷേപ കമ്പനി നടത്തി 1 വർഷം കൊണ്ട് 50 കോടി രൂപ തട്ടിയെടുത്തു. അത് കണക്കിൽപ്പെടാത്തത് 200 കോടി രൂപയോളം വരുമെന്നാണ്, ഏറ്റവും കുറഞ്ഞത് എത്തുമെന്നാണെന്ന് അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി രഘു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിൽ നിക്ഷേപിച്ചതിൽ 50%-ലേറെയും കള്ളപ്പണം കൈവശമുണ്ടായിരുന്നവരായിരുന്നു. അവർ പലരും പോലീസിൽ പരാതിപ്പെടാൻ പോലും മടിക്കുന്നു. പലരും തയ്യാറായിട്ടില്ല. ഇന്നും ആ പോയ പണത്തിനെക്കുറിച്ച് ആരോടും ഒരു വാക്കും പറയാൻ പറ്റാതെ ഒറ്റയ്ക്കിരുന്ന് വിലപിക്കുന്നു. ശബരിക്കെതിരായിട്ടുള്ള എല്ലാ കേസുകളുടെയും വിചാരണ ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ശബരിനാഥ് എന്ന ആ പ്രതി പിന്നെയും വാർത്തകൾ നിറയുന്നത് മറ്റൊരു സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ്. ഓൺലൈൻ ട്രേഡിങ്ങിന് വേണ്ടി അഭിഭാഷകനിൽ നിന്നും 34 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നതാണ് ഏറ്റവും പുതിയ പരാതി. കാലത്തിനനുസരിച്ചുള്ള തട്ടിപ്പ് രീതികൾ ആവിഷ്കരിക്കാൻ ശബരി ഇപ്പോഴും മിടുക്കനാണെന്നുള്ളത് ഈ ഒരു വാർത്തയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വഞ്ചൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സഞ്ജയ് എന്ന അഭിഭാഷകൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. കോടതി പരിസരത്ത് വെച്ചുള്ള പരിചയമാണ് ഈ സാമ്പത്തിക ഇടപാടുകളിലേക്ക് നയിച്ചതെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. കോടതി പരിസരത്തുള്ള പരിചയമെന്ന് പറയുമ്പോൾ ഈ വലിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോടതി കയറിയിറങ്ങിയ പ്രതി തന്നെയാണ്, അതും ഒരു അഭിഭാഷകനെ ഇത്തരത്തിൽ പറ്റിച്ചിരിക്കുന്നത്. കോടികളുടെ തട്ടിപ്പ് നടത്തിയതിന് 2008-ലായിരുന്നു ശബരിനാഥിനെ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത്. ശേഷം ജയിൽ മോചിതനായി. അതിനുശേഷം ശബരിനാഥ് എവിടെയെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. നിരവധി കേസുകളിൽ ഇയാൾ വിചാരണ നേടുന്നുമുണ്ട്. ഓൺലൈൻ ട്രേഡിംഗ് സ്ഥാപനം നടത്തി അതിൽ ലാഭമുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഈ അഭിഭാഷകനിൽ നിന്നും തട്ടിപ്പ് നടത്തി പണം കൈക്കലാക്കിയത്. ടോട്ടൽ ഫോർ യു എന്ന് പറയുന്നത് ഒരു കാലത്ത് കേരളത്തെ ആകമാനം പിടിച്ചുകുലുക്കിയ ഒരു കേസ് തന്നെയായിരുന്നു. ഇന്നും ആരും ആ പേര് മറന്നിട്ടില്ല. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ്, ചാലക്കുടി, സ്റ്റാച്യു, ക്യാപിറ്റൽ ടവേഴ്സ്, പുന്നപുരം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഐനെസ്റ്റ്, SJR, ടോട്ടൽ സൊല്യൂഷൻസ് എന്നീ സ്ഥാപനങ്ങൾ തുടങ്ങിയായിരുന്നു ഈ തട്ടിപ്പ് തുടങ്ങിയത്. നിക്ഷേപകർക്ക് 100% വളർച്ചാ നിരക്ക്, 20% ഏജന്റ് കമ്മീഷൻ, ഇതായിരുന്നു വാഗ്ദാനം. ഇതിൽ കണ്ണു മഞ്ഞളിച്ച് പണം ഇരട്ടിയാക്കാൻ നിരവധി ആളുകൾ ലക്ഷങ്ങളും കോടികളും കൊടുത്തു. 1 വർഷത്തിന് പിന്നാലെ ബിസിനസ് തകർന്നു. 19-ാം വയസ്സിൽ നാട് വിടേണ്ടി വന്നു. ശേഷം 2008 ഓഗസ്റ്റ് 1-ന് നാഗർകോവിലിൽ വെച്ചാണ് ശബരിയെ പോലീസ് പിടികൂടിയത്. 2011 മാർച്ചിൽ ജാമ്യത്തിലിറങ്ങി 3 വർഷത്തോളം പോലീസിന് പിടികൊടുക്കാതെ ഇയാൾ ഒളിവിൽ കഴിഞ്ഞു. കോടികളുടെ ഭൂമി, പാതി വഴിയിലെത്തിയ റിസോർട്ടുകൾ, 100 പവൻ്റെ വജ്ര സ്വർണ്ണാഭരണങ്ങൾ, 22ഓളം ആഡംബര കാറുകൾ, ഇതൊക്കെയായിരുന്നു ശബരി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ പേരിലുണ്ടായിരുന്നത്. പേരിലില്ലാത്ത സ്വത്തുകൾ വേറെയും. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചുമായിരുന്നു ഇതിൻ്റെ അന്വേഷണം നടത്തിയത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരുന്ന പി രഘുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ആകെ 33 കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും ഇതിൽ 9 കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. ജാമ്യത്തിലിറങ്ങിയ ഉടനെ തന്നെ പ്രതി മുങ്ങുകയും ചെയ്തു. വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും അത് പോലീസ് തടയുകയായിരുന്നു. എല്ലാ വിമാനത്താവളങ്ങളിലും പോലീസ് മുന്നറിയിപ്പ് നൽകിയതോടെ അത് തടസ്സപ്പെട്ടു. നിക്ഷേപകർ വീട്ടിലെത്തി ബഹളം വയ്ക്കുകയും ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ഏറ്റവും ഒടുവിൽ ശബരിക്ക് കീഴടങ്ങേണ്ടി വന്നത്. ശബരിനാഥിൻ്റെയും കൂട്ടുപ്രതികളുടെയും പേരിലുള്ള 23 ആഡംബര കാറുകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. അതിൽ 17 കാറുകൾ കോടതി റിസീവർ മുഖേന വിറ്റ് ഏതാനും പേർക്ക് പണവും കൊടുത്തു. 2 വീടുകളും ഇയാൾ മുൻകൂർ പണം നൽകി കരാർ എഴുതിയ വസ്തുക്കളുമൊക്കെ കണ്ടുകെട്ടി. ജാമ്യത്തിലിറങ്ങിയ ശബരിനാഥ് ജമ്പർ എന്നൊരു ആൽബത്തിൽ പാട്ടടക്കം പാടി ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ഒളിവ് സമയത്ത് സിനിമയും ആൽബം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീണ്ടും തിരിച്ച്
പല മേഖലകളിലേക്കും ബിസിനസ്സിലേക്കും തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്തിനേറെ പറയുന്നു, അതിനിടയിൽ ഒരു പീഡന കേസിൽ അടക്കം ഉൾപ്പെട്ടു. എന്നാലിപ്പോൾ മറ്റൊരു കാര്യം കൂടി, അതായത് ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കേസിലെ 179-ാം സാക്ഷിയായ നടി റോമ മൊഴി നൽകിയിരിക്കുന്നു. ടോട്ടൽ ഫോർ യു കമ്പനിയുടെ ആൽബം പുറത്തിറക്കുന്നതിനായി ക്ഷണിച്ചിട്ടാണ് താൻ പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് റോമ മൊഴി കൊടുത്തിരിക്കുന്നത്. ഉദ്ഘാടനം നിർവഹിച്ച ശേഷം താൻ പോവുകയും ചെയ്തു. ശബരിനാഥിനെയോ മറ്റ് ടോട്ടൽ ഫോർ യു അംഗങ്ങളെയോ തനിക്ക് പരിചയമില്ലെന്നാണ് മൊഴിയിൽ റോമ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഫോർ യു കേസുമായി ബന്ധപ്പെട്ട് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസാണ് കോടതി പരിഗണിക്കുന്നത്.